വാട്സ്ആപ്പ് ഗായ്സ്. അപ്പോൾ ഇന്ന് തോക്ക് കരുനാഗപ്പള്ളിയിലാണേ. പോകുന്ന വഴിയിലും ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ഇല്ലേ ബൺമസ്ക, അതാട്ടോ മനസ്സിൽ. അതിന്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. 2.5 മണിക്കൂറോളം ട്രാവൽ ഉള്ളത് കൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വർക്കിന് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബ്രൈഡിന്റെ പേര് പൂജ, ആളുടെ ഫിയാൻസി വന്നിട്ട് ഡൽഹിയിലാട്ടോ. നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ മെഹന്തി മസ്റ്റ് ആയിരുന്നു. പിന്നെ എൽബോ ലെങ്ത് വരെ വേണ്ട 3/4 മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ആശ്വാസമായിട്ടോ. സാധാരണ കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ടൈം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സാധാരണ ഞാൻ ഫീറ്റിൽ സിമ്പിൾ ഡിസൈൻ ആയിട്ടേ ചെയ്തിട്ടുള്ളൂ. ചേച്ചിക്ക് ഗ്രൂം നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് കാഫ് ലെങ്ത് വരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു സന്തോഷമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കുഞ്ഞിയുടെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഫിയാൻസിയുടെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിയാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിയുടെ കല്യാണത്തിന് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാന്ന് വാക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ ഫുഡും കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സൺഡേ അല്ലേ, വർക്കും കഴിഞ്ഞ് നേരെ വിട്ടത് ഭീമാപ്പള്ളിയിലായിരുന്നു. ഉദ്ദേശം ബൺമസ്ക ആയിരുന്നു കേട്ടോ. 4 സ്റ്റോൾ ഉണ്ടായിരുന്നു. അതിൽ തപ്പി പിടിച്ച് ഞാൻ ഈ സ്റ്റോളിന്റെ ഫ്രണ്ടിലെത്തി. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ 3-4 സ്റ്റാഫ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സാധനം കയ്യിൽ കിട്ടി. ഒരു രക്ഷയില്ല, 30 രൂപയ്ക്ക് ശരിക്കും ബോത്തായിട്ടുള്ള ബന്നായിരുന്നേ. നല്ല ഫില്ലിങ്സും സൂപ്പർ സോഫ്റ്റും ആയിരുന്നു കേട്ടോ. ബാക്കിൽ മോമോസ്, മോമോസ് ആട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മുടെ മോമോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. 4 സ്റ്റോൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തേക്കുന്നത്. വിളിച്ച് ചോദിച്ചിട്ട് വെക്കോ. അങ്ങനെ എന്റെ ആ ചെറിയ ആഗ്രഹം സാധിച്ചു. അപ്പൊ കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ, സീ യു.